സ്വാമി ശരണം. വീണ്ടും ഒരു ശബരിമല തീർത്ഥാടന കാലം കൂടി സമാഗതമായിരിക്കുകയാണ്. ഭക്തജനങ്ങളെ വരവേൽക്കുന്നതിനായി കേരള സർക്കാരിനൊപ്പം മോട്ടോർ വാഹന വകുപ്പും സജ്ജമായി കഴിഞ്ഞു. ഓരോ വർഷവും ശബരിമല തീർത്ഥാടനത്തിനായി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ശബരിമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ തീർത്ഥാടനം സുഗമമാക്കുന്നതിനും അപകടരഹിതമാക്കുന്നതിനും ഡ്രൈവർമാർക്കും തീർത്ഥാടകർക്കും ബോധവൽക്കരണം നടത്തുന്നതിനും എല്ലാമുള്ള പദ്ധതി തന്നെ കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നേതൃത്വത്തിൽ നടന്നു കഴിഞ്ഞു. ഇത്തവണത്തെ ശബരിമല തീർത്ഥാടനത്തിനായി എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. നമസ്കാരം. ഈ ശബരിമല തീർത്ഥാടന കാലം ഒരു വൻ വിജയമാക്കുന്നതിന് വേണ്ടിയും അപകടരഹിതമായിട്ട് ഈ തീർത്ഥാടകർക്ക് വന്നു പോകാൻ വേണ്ടിയും മോട്ടോർ വാഹന വകുപ്പ് 24 മണിക്കൂറും ജാഗരൂകരായിട്ട് ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്ക്വാഡുകളായി തിരിഞ്ഞ് സേവനം നടത്തി വരികയാണ്. എല്ലാ തരത്തിലും ഒരു കൈത്താങ്ങായിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകും. മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണറായ ശ്രീജിത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല തീർത്ഥാടന കാലം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു പ്രത്യേക കാലയളവിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തീർത്ഥാടനം നടത്തുന്ന ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ് ശബരിമല. വാഹന ബാഹുല്യവും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും വാഹനങ്ങളുടെ ആകസ്മികമായ യന്ത്ര തകരാറുകളും ഡ്രൈവിംഗ് സംബന്ധമായ വീഴ്ചകളുമൊക്കെ തന്നെ ഈ കാനനപാതയിൽ റോഡ് അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട്. 2010 മുതൽ കേരള മോട്ടോർ വാഹന വകുപ്പ് ശബരിമല പാതയിൽ സേഫ് സോൺ എന്ന പേരിൽ ആരംഭിച്ച പദ്ധതി ഈ കാനനപാതയിലെ വാഹന അപകടങ്ങളും അതുവഴിയുണ്ടാകുന്ന ജീവാപായങ്ങളും കുറച്ചുകൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിച്ചു വരികയാണ്. ഈ തീർത്ഥാടന കാലയളവിലും കേരള മോട്ടോർ വാഹന വകുപ്പ് സേഫ് സോൺ പദ്ധതിയിലൂടെ ഭക്തരുടെ സുഗമവും സുരക്ഷിതവുമായ യാത്ര ഉറപ്പുവരുത്തുവാനായുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. തീർത്ഥാടകരുടെ വാഹനങ്ങൾക്ക് തകരാർ സംഭവിക്കുകയോ അവ അപകടത്തിൽപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ 5 മുതൽ 7 മിനിറ്റിനുള്ളിൽ സഹായത്തിനെത്തുന്ന തരത്തിൽ സാങ്കേതിക വൈദഗ്ധ്യം സിദ്ധിച്ച സുസജ്ജമായ ക്വിക്ക് റെസ്പോൺസ് ടീമും 30ഓളം പ്രമുഖ വാഹന നിർമ്മാണ കമ്പനികളുടെ സർവീസ് സംഘങ്ങളും 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് തീർത്ഥാടക വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുക, കാനനപാതയിൽ പുലർത്തേണ്ട മര്യാദകൾ സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തുക എന്നിവയോടൊപ്പം ശബരിമല പാതയിൽ ഉണ്ടായേക്കാവുന്ന ഗതാഗത തടസ്സങ്ങൾ ഒഴിവാക്കുക, വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന പക്ഷം രക്ഷാപ്രവർത്തന നടപടികൾ ഏകോപിപ്പിക്കുക തുടങ്ങിയ ദൗത്യങ്ങളുമായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പട്രോളിംഗ് ടീമുകൾ കാനനപാതയിലുടനീളം നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. പശ്ചിമഘട്ട മേഖലയുടെ സവിശേഷ പ്രാധാന്യം കണക്കിലെടുത്ത് പ്രകൃതി സൗഹൃദ ഇലക്ട്രിക് വാഹനങ്ങളാണ് പട്രോളിംഗിനായി ഉപയോഗിക്കുന്നത്. കൂടാതെ മുൻ വർഷങ്ങളിൽ നിരന്തരമായി വാഹനാപകടങ്ങൾ സംഭവിച്ചിട്ടുള്ള സ്ഥലങ്ങൾ ഡ്രൈവർമാർക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടും അവിടങ്ങളിൽ ശ്രദ്ധിക്കേണ്ട വസ്തുതകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുമുള്ള വീഡിയോ ചിത്രങ്ങളും ലഘുലേഖകളും വിവിധ ഭാഷകളിൽ തയ്യാറാക്കി സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചിട്ടുള്ളത് സമീപ സംസ്ഥാനങ്ങളിലെ തീർത്ഥാടകർക്ക് കൂടി പ്രയോജനകരമാണ്. അതോടൊപ്പം ശബരിമല പാതയുടെ ഘടനയും പ്രത്യേകതകളും അപകട മേഖലകളും സൂചകങ്ങളാക്കി അറിയിപ്പുകളും നിർദ്ദേശങ്ങളും നൽകുന്ന സുരക്ഷാ ബോർഡുകൾ സേഫ് സോൺ പദ്ധതിയുടെ ഭാഗമായി ശബരിമല പാതയിലുടനീളം സ്ഥാപിച്ചിട്ടുണ്ട്. അയ്യപ്പ ഭക്തരുടെ യാത്രാ സംബന്ധിയായ എല്ലാ സഹായങ്ങൾക്കും ഇലവുങ്കൽ, എരുമേലി, കുട്ടിക്കാനം എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന സേഫ് സോൺ കൺട്രോൾ റൂമുകളുമായി ബന്ധപ്പെടാം. ഇലവുങ്കൽ 940004 4991, എരുമേലി 9446 037100, കുട്ടിക്കാനം 9496 367974.